പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു വീഡിയോ കാണാൻ സാധിച്ചു. ഒരു സഹോദരിൻ്റെ വീഡിയോ. ഇത് ഈ ഒരു സഹോദരിയാണ്. ഈ സഹോദരിൻ്റെ വീഡിയോ കാണിച്ചാൽ വാക്കുകൾ കേൾക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ തോന്നിപ്പോയി. അത്ഭുതങ്ങൾ തോന്നാതിരിക്കാൻ വഴിയില്ല. കാരണം എങ്ങനെയാണെന്ന് വെച്ചാലല്ലേ, ഈ സഹോദരി കുഞ്ഞാലിക്കുട്ടിയോടും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോടും സത്യം പറഞ്ഞാൽ ഒരുപാട് ബഹുമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എങ്കിലും ഒരു കാര്യം നല്ലത്, ആ സഹോദരി ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും ഒരു ബഹുമാനം തോന്നി. എങ്ങനെ തോന്നിയെന്നറിയോ? ആ സഹോദരി പറയുന്ന ഓരോരോ വാക്കുകളുണ്ടല്ലോ, എത്രത്തോളം സന്തോഷകരമായ വാക്കുകളാണ്. ആരെ പറ്റിയിട്ട് പറയുന്നതെന്നറിയോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിന്. രാഷ്ട്രീയത്തിൽ കിങ് മേക്കറാണ് അന്നും ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അതേ മുമ്പ് കൂട്ടത്തിൽ നമ്മുടെ കെ മാണി സാറും ഉണ്ടായിരുന്നു. അവരെല്ലാം ഒരു ഗ്യാങ് ആയിരുന്നു രാഷ്ട്രീയത്തിൽ കൂടി. പക്ഷേ ഇപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാധ്യമപ്രവർത്തകർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നല്ലോ. എന്തിനെ പറ്റിയിട്ട്? സർക്കാർ മുണ്ടക്കൈ ദുരന്തത്തിൽ കൊടുത്ത ആ വീടിനെ പറ്റിയിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ് കുറച്ച് മുമ്പ് കൊടുത്തില്ലേ? അതേപോലെ തന്നെ മുസ്ലിം ലീഗ് കൊടുത്ത വീടിനെ പറ്റും. അപ്പോൾ ആ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യക്തതയോടുകൂടി ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവൃത്തിയും ഗവൺമെൻറ് ചെയ്യുന്ന പ്രവൃത്തിയും അതിനെ പറ്റിയിട്ട് പത്രപ്രവർത്തകർ ഒരുപാട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന വാക്കുകൾ ചോദിക്കുമ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് നല്ല വാക്കുകൾ. ഇതാണ് നേതാവ് അല്ലേ? ഇങ്ങനെയുള്ള നേതാവുകളല്ലേ വേണ്ടത്. അപ്പോൾ നമ്മൾ ആ സഹോദരി പറയുന്ന ചില വാക്കുകളിലേക്ക് നമുക്ക് അടക്കാം. കേട്ടോ നോക്കി നിങ്ങളൊന്ന്. കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തിയോടും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയോടും സത്യം പറഞ്ഞാൽ ഒരുപാട് ബഹുമാനം തോന്നിയ ദിവസമായിരുന്നു ഇന്നലെ. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, എങ്കിലും ഒരു കാര്യം പറയട്ടെ, നല്ലത് ചെയ്താൽ ഏത് പാർട്ടിയാണെങ്കിലും അത് നല്ലത് തന്നെ പറയണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയ കമ്മ്യൂണിസം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ, ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുത്ത് ചുരൽമലയിലെ ജനങ്ങളെ വഞ്ചിച്ച ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നലെ മുസ്ലിം ലീഗ് അവരുടെ ഒന്നാം ഘട്ട ത്തിലുള്ള വീടിന്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് അവർ ഉദ്ഘാടനത്തിന് സുസജ്ജമായി നിൽക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, സർക്കാരിന്റെ പദ്ധതിയിൽ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേൾക്കണം, അതാണ് ഉദ്ദേശം. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സർക്കാരിന്റെ ടൗൺഷിപ്പിന്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, സർക്കാരിന്റെ ഇത് വളരെ വലിയൊരു പദ്ധതിയാണ്. നമ്മള് മുസ്ലിം ലീഗ് കൊടുക്കുന്ന വളരെ കുറച്ച് വീടുകളാണ്, അതിന്റെ പണിയാണ് ഇപ്പൊ പൂർത്തീകരിച്ചിട്ടുള്ളത്. പക്ഷേ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന് ആ സമയത്ത് ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിലൊക്കെ കൂടെ നിന്ന് സർക്കാരാണ് അതൊക്കെ പരിഹരിച്ചു തന്നത്. നമ്മളോട് എല്ലാ രീതിയിലുള്ള സഹകരണവും സർക്കാർ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരിന്റെ ടൗൺഷിപ്പിന് ഞങ്ങളും എല്ലാ തരത്തിലുള്ള സഹകരണവും പിന്തുണയും നൽകുകയാണ്. കാരണം ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് സർക്കാർ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എല്ലാവരും 100% മനസ്സുകൊണ്ട് പൂർണ്ണ പിന്തുണ കൊടുക്കണം. നമ്മളൊക്കെ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് രാഷ്ട്രീയക്കാരൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ പാകതയോടെ പക്വതയോടെ ഇന്നലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മറ്റുള്ളവർക്ക് മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്. ഒരു ദുരന്തം വരുമ്പോഴല്ല രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കേണ്ടതെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു പ്രസ്താവനയില്. ശരിക്കും പറഞ്ഞാല് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആ വഴിക്ക് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ് എന്ന് പണ്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് വീണ്ടും ഒരിക്കൽ കൂടി ആ പ്രസ്ഥാനം തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയം ഏതെങ്കിലും ഒരു വ്യക്തിയെ നശിപ്പിക്കാനുള്ളതല്ല എന്നും ഏതെങ്കിലും ഒരു സംസ്കാരത്തെ നശിപ്പിക്കാനുള്ളതല്ല എന്നും മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി ഉയർത്തി കാട്ടുമ്പോൾ 100% ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണെങ്കിൽ കൂടെ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞ് അതിലെ മാംസം കടിച്ചു കയറി തിന്നാൻ വേണ്ടി വേട്ടയാടുന്ന വേട്ടപ്പട്ടികളാണ് പലപ്പോഴും രാഷ്ട്രീയക്കാർ. ആ രാഷ്ട്രീയക്കാരുടെ പല മുഖങ്ങളും നമ്മൾ ഈ ദുരന്തത്തിന് ശേഷം കാണുകയും ചെയ്തു.
അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ട് ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ശരിക്കും രാഷ്ട്രീയക്കാരെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കണം. കാരണം എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോഴല്ല രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിനെ മുടക്കേണ്ടതെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പറയുകയാണ്. എന്തായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകർക്കും മനസ്സിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ആ സഹോദരി പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലേ വല്ലാതൊരു സന്തോഷം തോന്നിപ്പോയി. രാഷ്ട്രീയപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായ ആ സഹോദരി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റിയിട്ടും നമ്മുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പറ്റിയിട്ടും എത്രത്തോളം നല്ല വാക്കുകളാണെന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നല്ല പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമ്മളെ കേരള ഗവൺമെൻറ് ഈ വീട് കൊടുക്കുന്നതിനെ പറ്റി നല്ല വേറെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അതിന് തെറ്റ് നിറഞ്ഞിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലോ എത്ര അതിനെ എതിർക്കാനുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ ഈ നല്ല വാക്കായത് കൊണ്ട് അതിനെ പുറത്ത് കാട്ടിക്കാൻ ഒരാളും ഇല്ല. ആ ഓരോരോ വാക്കുകളും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകളുണ്ടല്ലോ, അതെല്ലാം ശരിക്കുമുള്ളൊരു രാഷ്ട്രീയ നേതാവാണ്. ശരിക്കുമുള്ളൊരു രാഷ്ട്രീയ നേതാവ്. അതേപോലെ തന്നെ നമ്മുടെ ഈ സഹോദരി ശരിക്കുമുള്ളൊരു രാഷ്ട്രീയ ചിന്താഗതിയുള്ള ഒരു സഹോദരിയാണ്. കാരണം വെച്ചാൽ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതാണെന്ന് പറയണം. അതിന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വേണം. അതാണ് ആ സഹോദരിയും ചെയ്തത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്ന് വെച്ചാൽ എപ്പോൾ ഉള്ള മുമ്പേ ഉള്ള രാഷ്ട്രീയത്തിൽ കലക്കി കുടിച്ച് തിരിഞ്ഞ ഒരു മനുഷ്യനാണ്. പക്ഷേ ഈ സഹോദരി എല്ലാം അടുത്തായിരിക്കാം ഇങ്ങനെ കേൾക്കുന്നതെല്ലാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നില്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് നല്ലത് ചെയ്തെങ്കിലുണ്ടല്ലോ അത് നല്ലതാണെന്ന് അംഗീകരിക്കാനുള്ള കരുത്തുറ്റ മനസ്സുണ്ടെങ്കിലുണ്ട് ആ നേതാവ് ഒരിക്കലും പരാജയപ്പെടില്ല. ജനങ്ങളുടെ ഇടയിൽ എന്നും ആ നേതാവ് വിജയിച്ചിരിക്കും. അതുപോലെ